ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിനെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി മനോഹാരിതമാക്കുകയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ്. സ്വകാര്യ പങ്കാളിത്തത്തോടെ വിവിധ തരം പദ്ധതികളാണ് വാഗമണ്ണിൽ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഒരുക്കിയ മ്യൂസിക്കൽ ഫൗണ്ടൻ നാടിന് സമർപ്പിച്ചു. വാഗമൺ അഡ്വഞ്ചർ പാർക്ക് ഫ്ലവർ ഗാർഡനിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെയാണ് മ്യൂസിക്കൽ ഫൗണ്ടനിൽ സഞ്ചാരികൾക്ക് പ്രവേശനം. വൈദ്യുത ദീപ അലങ്കാരങ്ങളോട് കൂടിയ വിവിധതരം ഫോട്ടോ പോയിന്റുകളും മറ്റ് വിനോദ ഉപാധികളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ മ്യൂസിക്കൽ ഫൗണ്ടൻ സഞ്ചാരികൾക്ക് മികച്ച കാഴ്ച അനുഭവം സമ്മാനിക്കും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും DTPC ഇടുക്കിയുടെയും സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഗ്രീൻ എസ്കേപ്പ് പ്രൈവറ്റ് ലിമിറ്റഡാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് പ്രവേശന ഫീസ്. വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികൾക്ക് സന്ധ്യാസമയം മികച്ച ഒരു അനുഭവമാക്കാൻ ഈ പുതിയ സംരംഭത്തിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന ടൂറിസം വകുപ്പ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഒന്നാണിത്. ഇങ്ങനെ ടൂറിസം മേഖലയുടെ വികസനവും കൂടുതൽ ആളുകളെ ടൂറിസം മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും ഉദ്ദേശിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു മ്യൂസിക്കൽ ഫൗണ്ടൈന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വാഗമണ്ണിൽ ഏറ്റവും മഹത്തായ ഒരു സംരംഭം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രൈവറ്റ് ഫാമാണെങ്കിലും ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രയോജനകരമായി ഏറ്റവും നല്ലപോലെ ആസ്വദിക്കുവാനും കണ്ട് ഉല്ലസിക്കുവാനും എല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു പാർക്കും അതുപോലെ തന്നെ വാട്ടർ മ്യൂസിക് സിസ്റ്റവുമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഗ്ലാസ് പാലം ഏതാണ്ട് 3-4 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വരുവാനും കാണുവാനും ഈ പ്രകൃതി ഭംഗിയും ഈ കാര്യങ്ങളെല്ലാം ആസ്വദിക്കാനുള്ള മനോഹരമായൊരു സംരംഭമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഈ സംരംഭത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും വളരെ സംതൃപ്തരാണ്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ഈ സന്ദർശകർക്ക് വേണ്ടി ചെയ്യാൻ പല വ്യക്തികളും താല്പര്യം കാണിച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നാടിന്റെ പുരോഗതിക്കും ആളുകളുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുന്നതെല്ലാം പ്രയോജനകരമായ മഹത്തായ പദ്ധതികളാണ്. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് അധ്യക്ഷയായിരുന്നു. DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, ഗവേണിംഗ് ബോർഡ് അംഗം സജീവ് കുമാർ തുടങ്ങിയവരും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും വിനോദസഞ്ചാരികളുമടക്കം ചടങ്ങിൽ പങ്കെടുത്തു.